രാഷ്ട്രപിതാവായി, അതായത് മരിച്ചതിന് ശേഷം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അതിൽ വന്നു ചേർന്ന് അദ്ദേഹത്തിന് തന്നെ പ്രവർത്തനങ്ങളിൽ കൂടെ അദ്ദേഹത്തിന് കിട്ടിയ എതിർപ്പിൻ്റെ ഫലമായി രാഷ്ട്രസ്നേഹികൾ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹത്തിന് ആ കടുംകൈയായ ആ വെടി കൊള്ളേണ്ടി വന്നത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ആ ദേശത്തെ മുറിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നതിൽ കൂട്ടുനിന്ന പ്രധാന ഒരു വ്യക്തി തന്നെയായിരുന്നു മഹാത്മാഗാന്ധി. ആ തീരുമാനം ആരെടുത്താലും അത് വളരെ തെറ്റായ തീരുമാനമായിരുന്നു. നട്ടെല്ലില്ലാത്ത നേതാക്കളില്ലാത്ത സമയമായതുകൊണ്ടാണ് അതന്ന് അവിടെ അങ്ങനെ സംഭവിച്ചത്. ഒരു നട്ടെല്ലുള്ള നേതാവ് അന്നവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഭാരതം മുറിക്കില്ലായിരുന്നു. എന്ത് കലാപം വന്നാലും അത് ഇതിനെ നേരിടുന്ന ഭരണകർത്താവാണ് ശരിയായ ഭരണകർത്താവ്. പലതും പറയും അതിന് രാജ്യം മുറിച്ചു കൊടുക്കുക, സ്വന്തം തല മുറിച്ചു കൊടുക്കുക എന്നൊന്നും പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. എവിടെയൊക്കെ അത് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ പരാജയങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ മുറിച്ചു കൊടുക്കുന്നു, ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി വാദങ്ങൾ നടത്തുന്നു. മുറിച്ചതിന് ശേഷം ആ മുറിച്ച പ്രദേശത്തിന് വേണ്ടി ഇവിടെ ബുദ്ധിമുട്ടി ഉണ്ടാക്കി വെച്ച ഖജനാവിലെ പൈസയിലെ ഒരു 1/4 ഭാഗം അവിടേക്ക് കൊടുക്കാൻ പറഞ്ഞ് സത്യാഗ്രഹം ഇരിക്കുന്നു. ഇങ്ങനെ പലതരം ഡ്രാമകൾ, നാടകങ്ങൾ അന്ന് കാണിച്ച് ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. ഇത് ഒരു സാധാരണ രാജ്യസ്നേഹിക്ക് സഹിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ പരിണിതഫലം ആയിരിക്കാം ഒരുപക്ഷെ ആ വെടിയുണ്ടകൾ. പക്ഷേ ആ വെടിവെച്ച നാഥുറാം ഗോഡ്സെയെ RSSുമായി കൂട്ടിക്കെട്ടി കഥകൾ പ്രചരിപ്പിച്ച് ഈ വിഭജിച്ചവർ തന്നെ, അതായത് ഭാരതത്തെ വിഭജിച്ചവർ തന്നെ പിന്നീട് അങ്ങോട്ട് പ്രസംഗിച്ചു നടന്നു. വോട്ട് കൊട്ട ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി 10-60 കൊല്ലം ഇവിടെ തുടർ ഭരണവും സാധിച്ചു. പക്ഷേ ആ കേസ് മഹാത്മാഗാന്ധിയുടെ FIRും അല്ലെങ്കിൽ ആ കേസും അതിലെവിടെയും RSS ആണ് ചെയ്യുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്നാലും ആ കേസ് വിസ്തരിച്ചു, അതിന് വിധി വന്നു. കാരണം എന്ത് തന്നെയായാലും ഒരാളെ വെടിവെച്ച് കൊല്ലാൻ ഒരാൾക്ക് അവകാശമില്ല, കുത്തിക്കൊല്ലാനും ഒരാൾക്ക് അവകാശമില്ല. ഒന്നിനും ഒരാളുടെ ശരീരത്തിലോ ഒരാളോട് നേരിട്ടോ ശിക്ഷ കൊടുക്കാൻ ഒരു വ്യക്തിക്കും ഇന്നിവിടെ അധികാരമില്ല. അതിനിവിടെ നിയമമുണ്ട്, നിയമപാലകരുണ്ട്, അവരാണ് തീരുമാനിക്കുക. ഇവിടെ വിഷയം അതല്ല. അന്ന് ഗോഡ്സെയെ വധശിക്ഷയ്ക്ക് വിധിച്ച ജസ്റ്റിസ് GD ബോസ്ല എന്ന് പറയുന്ന ആ ജസ്റ്റിസിൻ്റെ പിന്നീടുള്ള കുറച്ച് വാചകങ്ങൾ നമുക്ക് പല റെഫറൻസിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന ചില വാചകങ്ങൾ കേട്ടാൽ വളരെ വ്യസനിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം തന്നെ അത് പറയുന്നത്. കാരണം അദ്ദേഹം ആ വധശിക്ഷ വിധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഇത് ശരിയല്ല. കാരണം ഗാന്ധി, അതായത് മരിച്ചതിന് ശേഷം രാഷ്ട്രപിതാവായതാ, അതായത് മരിക്കുന്നതിന് മുമ്പൊന്നും രാഷ്ട്രപിതാവല്ല കേട്ടോ. മരിക്കുന്നതിന് മുമ്പേ പ്രധാനമന്ത്രിയായിട്ടില്ല. വലിയ അന്നത്തെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായില്ല, ഒന്നും ആയില്ല. പക്ഷേ മരിച്ചതിന് ശേഷം രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചു, നോട്ടിൻ്റെ മുകളിൽ കയറ്റി ഒട്ടിച്ചു, പലതും ചെയ്തു. ആ ജഡ്ജിയുടെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം വികാരത്തിന് അതീതമായി എഴുതിയതുപോലെയാണ് അത് കാണുന്നത്. അദ്ദേഹം പറയാണ്, അന്നത്തെ
ആ ഒരു ക്രൗഡിലെ, അതായത് ഒരു കൂട്ടം ക്രൗഡിൻ്റെ ഇടയിൽ നിന്നാണ് ഇദ്ദേഹം ഈ പണി ഒപ്പിക്കുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് പോയി ഒളിഞ്ഞിരുന്നിട്ടൊന്നുമല്ല. ഒരു ക്രൗഡ് ഓഫ് പീപ്പിൾ അവിടെ ഗാന്ധി വരുന്നു. ആ സമയത്താണ്. അപ്പോൾ ഗാന്ധിയുടെ ഒപ്പമാണെങ്കിൽ ഈ ക്രൗഡ് ഓഫ് പീപ്പിൾ ഇയാളെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? ആരൊന്നും ചെയ്തില്ല. അപ്പോൾ എന്താ അർത്ഥം? ഇവരെല്ലാവരും ഗോഡ്സേമാർ തന്നെയാണ്. കാരണം ഗാന്ധിയോട് അത്ര വെറുപ്പാണ് ആ സമൂഹത്തിന്, ആ ഒരു കൂട്ടം ആൾക്കാർക്ക്. കാരണം ഇന്ത്യയെ മുറിക്കാൻ കൂട്ടുന്നു. മുറിച്ചതിന് ശേഷം ഇന്ത്യയുടെ വലിയൊരു ഫണ്ട് എടുത്ത് അവിടെ കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ശേഷിച്ച് നിൽക്കുന്ന, എന്നാൽ ശരി എന്ത് പറഞ്ഞിട്ടാണ് വിധിച്ചത്? ഒരു പ്രത്യേക വിഭാഗത്തിന് രാജ്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു പകുതി കഴിഞ്ഞപ്പോൾ ഇവരെ കുറേ ആളിന് എന്നാൽ ഇവരെല്ലാവരും അങ്ങോട്ട് പോയുമില്ല. പിന്നെ എന്തിനാണ് വിഭജിച്ച് ചോദിച്ചാൽ അതൊക്കെ അറിയൂല. ഈ ചെയ്തവർക്കും അറിയില്ല, ഈ പോയവർക്കും അറിയില്ല, പകുതി ഇവിടെ നിന്നവർക്കും അറിയില്ല എന്തിനാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഒരു രാജ്യസ്നേഹി, അതിന് RSSോ സംഘപരിവാറോ ഒന്നും ആവണ്ട, BJP ഒന്നുമില്ലല്ലോ. അന്നത്തെ രാജ്യസ്നേഹികൾക്ക് അത് സഹിക്കില്ല. അതുതന്നെയായിരുന്നു ഒരു കൂട്ടം ജനത്തിൽ ഒരാളുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും തോക്കുണ്ടായില്ല എന്ന് മാത്രം. എന്നാലും അങ്ങനെ ഈ ഒരാൾ വെടിവെക്കുമ്പോൾ ഇതിൽ ഒരാളും അതിനെ പ്രതിരോധിക്കാനോ ഒന്നും നിന്നില്ല. എല്ലാവരും അതിന് യെസ് കൊടുക്കുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അന്നത്തെ ആ കാണികളിലെ ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ ഈ കോടതിയുടെ ജൂറിയാക്കി ജഡ്ജിയാക്കി വന്നിരുന്നുവെങ്കിൽ ഗോഡ്സെക്ക് വധശിക്ഷ കൊടുക്കുമായിരുന്നില്ല എന്നാണ് ഈ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ പിന്നീട് എഴുതിയ ആ പുസ്തകത്തിൽ പറയുന്നത്. ദ മർഡർ ഓഫ് ദ മഹാത്മാ എന്ന ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ വളരെ ക്ലിയറായിട്ട് അത് പറയുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. രാഷ്ട്രപിതാവായി മുദ്ര കുത്തി അദ്ദേഹത്തിൻ്റെ കുടുംബ നാമമായ ഗാന്ധി എന്ന ആ വാക്ക് കട്ടെടുത്തു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അതായത് സ്വന്തമായിട്ട് വേറൊരു ഫാമിലി നെയിമുണ്ട്. ആ നെയിമുമായി മുന്നോട്ട് പോകാതെ ആ നെയിം വെട്ടിക്കളഞ്ഞ് ഗാന്ധി എന്ന പേര് കുത്തിത്തിരുകി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിലസി ലോക രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ, അതായത് അന്ന് മഹാത്മാഗാന്ധി ലോകത്തിലും അതായത് ഇങ്ങനെ വെടികൊണ്ട് മരിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പിന്നെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചു. അപ്പോൾ ലോകം മുഴുവൻ ഒറ്റുനോക്കി. ആ ഗാന്ധിയുടെ പേരുള്ള ആൾക്കാർ പിന്നെ തുടർച്ചയായി ഇന്ത്യയുടെ ഭരണത്തിൽ വരുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ളവരും പുറമേയുള്ളവരും തെറ്റിദ്ധരിച്ചു ഇതെല്ലാം ഗാന്ധി കുടുംബമാണെന്ന്. ആ തെറ്റിദ്ധാരണ വീണ്ടും കൊണ്ടു നടക്കാൻ നോക്കി. അതുതന്നെയായിരുന്നു ഈ തുടർച്ചയായിട്ടുള്ള ഈ ഗാന്ധി ഭരണം. പക്ഷേ എന്തുകൊണ്ടാണവർ സ്വന്തം കുടുംബപ്പേരായ നെഹ്റു കുടുംബം എന്ന് കൊണ്ടു നടക്കാതിരുന്നത് എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് ചിലപ്പോൾ മാർക്കറ്റിങ്ങിൽ പരാജയം നേടുമെന്ന് വിശ്വാസം കൊണ്ടായിരിക്കാം. എന്തു തന്നെ ആയാലും ആ ഗാന്ധി ഫാമിലിയിലെ ഒരാളെ പോലും, അതാണ് ഇതിലെ സങ്കടകരമായ അവസ്ഥ, ഗാന്ധിനെ പ്രധാനമന്ത്രി ആക്കണ്ടോ? ആ ഗാന്ധി ഫാമിലിയിലെ അദ്ദേഹത്തിൻ്റെ മക്കളെയോ ആരെങ്കിലെയും, ഇവിടെ പലരും മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ പിന്തുടർച്ചക്കാരായിട്ടാണല്ലോ ആ പാർട്ടിയിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ തുടക്കത്തിലെ ഈ ഗാന്ധിയുടെ പിന്നീടുള്ള കുടുംബത്തിൽ ആരെങ്കിലും പിടിച്ച് ഇനി ഇലക്ഷനൊന്നും നിർത്തേണ്ട ഒരു രാജ്യസഭാ മെമ്പറെങ്കിലും ഇവരാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടോ? ചോദിക്കേണ്ട ചോദ്യചിഹ്നങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ആരും ഇവിടെ അത് ചോദിക്കാനോ പറയാനോ സംസാരിക്കാനോ ഒന്നിനും ചർച്ചയ്ക്കോ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കണം പറയുന്നത് ഇത് വിശദമായിട്ട് ജനങ്ങളിൽ അറിയേണ്ട സംഭവമാണ്. ആ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കി, അദ്ദേഹം വെടികൊണ്ട് മരിച്ചു, അതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വെറുപ്പുകൾ ഉണ്ടായത് എന്നൊക്കെ ഇവിടെ ജനങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ആ പേര് കട്ടെടുക്കുന്നു, ആ പേരും കൊണ്ട് നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ ചരിത്രമാണ് ഇതൊക്കെ. എന്നിട്ട് ആ വിധി, ആ മഹാത്മാഗാന്ധി എന്ന ആ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന വ്യക്തിയെ ഇപ്പോഴും പ്രസംഗിക്കുമ്പോൾ RSSകാരനാണെന്ന് കൊന്ന് ഇവിടെ
പലരും പ്രസംഗിക്കുന്നു. ഇതേ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നേതാവ് ഇത് പറഞ്ഞതിന് സുപ്രീം കോടതിയിൽ പോയിട്ട് മാപ്പ് പറയുന്നു. അപ്പോൾ അത് പിന്നെയും ഇവിടുത്തെ പ്രതിപക്ഷത്തെ പലരും ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതിനെതിരെ ആരാണ് ആക്ഷൻ എടുക്കേണ്ടത്, ആരാണ് ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടതെന്ന് ഇവിടെയുള്ള മറ്റുള്ളവർ തീരുമാനിക്കുക. പ്രത്യേകിച്ച് BJP നേതൃത്വത്തിലിരിക്കുന്നവർ. എവിടെയെങ്കിലും ആരെങ്കിലും ഇത്തരത്തിൽ RSS ആണ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നതെന്ന് പ്രസംഗിച്ചാൽ ആ വീഡിയോ എടുത്ത് അത് ക്രിമിനൽ കേസായി മുന്നോട്ട് കൊണ്ടുപോയി അതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഒരു 2 ആൾക്ക് ഇപ്പോഴത്തെ മാപ്പ് പറഞ്ഞൊന്നും അവർക്ക് വേശിയിട്ടില്ല. ശരിയായ ശിക്ഷ വാങ്ങിക്കൊടുത്താൽ ഈ പറച്ചിൽ അവിടെ നിൽക്കും. അതിന് നേതൃത്വം, BJPയുടെ നേതൃത്വം, ആരെങ്കിലും RSS നേതൃത്വം ആരാച്ചെങ്കിൽ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഇവിടെ പൊതുജന വികാരം. അപ്പോൾ ഈ വിധിച്ച ജസ്റ്റിസ് ഇത് പറയുമ്പോൾ വളരെ ചിന്തിക്കേണ്ടതായ മിസ്റ്റർ GD ബാസെല പറയുന്ന ഈ വാക്കുകൾക്ക് ചില വിലകൾ തന്നെ സമൂഹത്തിലുണ്ട്. അന്നത്തെ ആ ക്രൗഡിൻ്റെ ഉള്ളിൽ അതാ ഒറ്റയ്ക്ക് ഒളിഞ്ഞിരുന്നിട്ടൊന്നല്ല ഈ ഗോഡ്സെ വെടിവെച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ രസം. ആ കൂട്ടത്തിൽ നിന്നാണ് വെടി ഉതിർത്തിരിക്കുന്നത്. ഒപ്പം എന്നാൽ അത് തോക്കെടുക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഒരാൾ അവിടെ ചാടി വീണൊന്നുമില്ല. അവരൊക്കെ അതിന് അനുകൂലമായിരുന്നു എന്നാണ് ഈ ജസ്റ്റിസ് പറയുന്നത്. ഇവരിൽ ആരെങ്കിലും ഈ ജസ്റ്റിസ് അവിടെ ആയിരുന്നെങ്കിൽ ഈ തൂക്കിക്കൊല എന്ന വിധി അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് വളരെ ക്ലിയറായിട്ട് അദ്ദേഹത്തിൻ്റെ ദ മർഡർ ഓഫ് മഹാത്മാ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടതാണ് എന്തുകൊണ്ടാണ് ആ ജസ്റ്റിസ് അങ്ങനെ എഴുതിയത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടതായിട്ടുണ്ട്.